യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ.
യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗം എന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വാടിയ മുഖം, അതാണ് നമ്മുടെ ചിന്താവിഷയം. വാടിയ മുഖം. കയ്യിൻ്റെ മുഖം വാടിയെന്നും കണ്ടു. കാരണം അവൻ്റെ ഉള്ളിൽ പാവം കടന്നു. അവൻ്റെ ഉള്ളിൽ, കയ്യിൻ്റെ ഉള്ളിൽ പാവം പ്രവേശിച്ചു. സാത്താൻ അവനെ വീഴിക്കാൻ വാതിക്കൽ കാത്ത് കിടക്കുകയാണ്, പതുങ്ങിക്കിടക്കുകയാണ്. കാണില്ല, ഇങ്ങനൊരു പാമ്പ് അവിടെ കിടക്കുന്നുണ്ടെന്ന് കാണുകയില്ല. അല്ലെങ്കിൽ ഉഗ്രനായൊരു സിംഹം ഇങ്ങനെ കാത്തിരിക്കുന്നത് കാണുകയില്ല. അതുകൊണ്ട് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു, കയ്യിനെ പാവം വാതിക്കൽ കിടക്കുന്നതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ ജയിക്കേണ്ടതാകുന്നു. കയ്യിൻ്റെ മുഖം വാടിയിരിക്കുകയായിരുന്നു. കയ്യിൻ്റെ മുഖം വാടി. പാവവും വൈരാഗ്യവും വിദ്വേഷവും അസൂയയും അകത്തുണ്ടെങ്കിൽ മുഖം വാടും. മുഖം വാടിയിരിക്കരുത്. ദൈവമക്കളുടെ മുഖം വാടിയിരിക്കരുത്. ദൈവമക്കൾ പ്രസന്നവതൻ്റായിരിക്കണം. എപ്പോഴും ഒരു പ്രസാദാത്മകത്വം നമ്മുടെ മുഖത്ത് തിളങ്ങണം. അതാണ് ദൈവമക്കളുടെ ലക്ഷണം. ദൈവമക്കൾ എപ്പോഴും നല്ല പ്രസന്നതയുള്ളവരായിരിക്കണം. പിന്നീട് നാം കണ്ടത് നെഹമ്യാവിൻ്റെ മുഖം വാടി. നെഹമ്യാവിൻ്റെ മുഖം വാടി. നെഹമ്യാവ് ജനത്തിന് വന്നിരിക്കുന്ന അനർത്ഥമോർത്താണ് കരഞ്ഞത്. ഇസ്രായേൽക്കാർ ബാബിലോണിയയിലേക്ക് അടിമകളായി പോയി. അതിനുശേഷം അവിടുത്തെ പ്രവാസകാലം കഴിഞ്ഞവർ തിരിച്ച് അവരുടെ യെരൂശലേമിലേക്ക് അവർ മടങ്ങി വന്നു. പക്ഷേ ആലയം ശൂന്യമായിരിക്കുന്നു. ആലയം പണി തുടങ്ങി, പക്ഷേ ആലയം ശൂന്യമായിപ്പോയി. ദൈവാലയം ശൂന്യമായിപ്പോയി. ദൈവാലയത്തിൻ്റെ വാതിലെല്ലാം തീ കൊണ്ട് വെന്ത് കിടക്കുകയാണ്. മാത്രവുമല്ല, ആ ദേവാലയത്തിന് ചുറ്റുമുള്ള മതിൽക്കെട്ടുകളോ എല്ലാം തകർന്ന് കിടക്കുന്നു. എല്ലാം തകർന്ന് പൊടിഞ്ഞു കിടക്കുന്നു. ആർക്കും എപ്പോഴും കയറി വരാം ഈ വിശുദ്ധ ദേവാലയത്തിലേക്ക്. ദേവാലയത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു. ദേവാലയത്തിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുന്നു. ഇതെല്ലാം കണ്ട് നെഹമ്യാവിൻ്റെ മുഖം വാടി. തൻ്റെ സ്വന്തം ജനത്തിന് വന്നിരിക്കുന്നതായ അനർത്ഥമോർത്ത്, സ്വന്തം ജനത്തിന് വന്നിരിക്കുന്നതായ അപകടമോർത്ത് നെഹമ്യാവിൻ്റെ മുഖം വാടി. ആരാധന നഷ്ടപ്പെട്ടു പോയ ജനത്തെ നോക്കി നെഹമ്യാവിൻ്റെ ഹൃദയത്തിൽ വലിയ ദുഃഖമുണ്ടായി. ആരാധന മുടങ്ങിപ്പോയ ജനം, ആരാധനയില്ല. ദൈവത്തിന് സ്തോത്രം. നാം ഇന്ന് ഏത് കാര്യത്തിലാണ് മുഖം വാടിയിരിക്കുന്നത്? ഭൗതികമായ കാര്യങ്ങളിൽ മുഖം വാടിയിരിക്കുന്ന അനേകം പേരുണ്ട്. തീർച്ചയായിട്ടും സ്വാഭാവികമാണ്. എന്നാൽ ആത്മീയമായി നമ്മുടെ മുഖം വാടിയിരിക്കുന്നുവോ? അകത്ത് ഏതെങ്കിലും പാപം നിഗൂഢമായി വസിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നുവോ? അകത്ത് ആരോടെങ്കിലും ഉള്ളതായ പാരുഷ്യമോ വൈരാഗ്യമോ പകയോ വിദ്വേഷമോ നിങ്ങളുടെ ഹൃദയത്തിലുള്ളതുകൊണ്ട് മുഖം വാടിയിരിക്കുന്നുവോ? അതല്ല, നിങ്ങളുടെ ആത്മീയ പ്രവർത്തനങ്ങളിൽ മാന്ദ്യം സംഭവിച്ചതുകൊണ്ട് മുഖം വാടിയിരിക്കുന്നുവോ? ആത്മീയ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, ആരാധനയിൽ മാന്ദ്യം വന്നുകൊണ്ട് നിങ്ങൾക്ക് മുഖം വാടിയിരിക്കുന്നുവോ? മുഖം വാടിയിരിക്കുന്നു. നെഹമ്യാവ് ആത്മാക്കളെക്കുറിച്ച് കരഞ്ഞു. ആത്മാക്കളെ ഓർത്ത് കരഞ്ഞു. നെഹമ്യാവ് ആ ദൈവദാസൻ്റെ പ്രവർത്തന പരിധിയിലുള്ളതായ ദൈവമക്കളെ ഓർത്ത് കരഞ്ഞു. അവരുടെ ആരാധന നിലച്ചുപോയതിൽ കരഞ്ഞു. അവർ നാഥനില്ലാത്തവരെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട് കണ്ട് നെഹമ്യാവ് കരഞ്ഞു. നെഹമ്യാവ് അന്ന് രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിൻ്റെ മുമ്പിൽ നിന്നു. കാരണം അവിടുത്തെ ഭക്ഷ്യമന്ത്രിയാണ്. രാജാവിന് പാനപാത്രത്തിൽ പാനീയം പകർന്നു കൊടുക്കുന്ന ഒരു രാജസേവകനാണ് നെഹമ്യാവ്. ഉന്നതനായ ഉദ്യോഗം വഹിക്കുന്ന രാജകൊട്ടാരത്തിൽ എപ്പോഴും കടന്നു ചെല്ലാനുള്ളതായ സ്വാതന്ത്ര്യമുള്ള നെഹമ്യാവ് വാടിയ മുഖത്തോടെ നിന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിലെ അർട്ടാസെർസസ് ചക്രവർത്തി, അർത്ഥശിഷ്ട രാജാവെന്ന് നമ്മുടെ മലയാള വേദത്തിൽ കാണും. ഈ അർട്ടാസെർസസ് അദ്ദേഹം മുഖം വാടിയെ നെഹമ്യാവിനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്? എന്താണ് നിൻ്റെ മനോദുഃഖം? പറയൂ, എന്താണ് നിൻ്റെ പ്രയാസം? കാരണം കൊട്ടാരത്തിലെ ഭൃത്യന്മാരാരും മുഖം വാടിയിരിക്കാൻ പാടില്ല. മുഖം വാടിയിരുന്നാൽ അവരെ ശിക്ഷിക്കും, അവരെ അത് ജോലിയിൽ നിന്ന് നീക്കിക്കളയും.
അത്ര ഗൗരവമേറിയൊരു കുറ്റമാണ് മുഖം വാടിയിരിക്കുക എന്നുള്ളത്. നാം ധരിച്ചിരിക്കുന്ന പോലെയല്ല മുഖം വാടിയിരിക്കുന്നത് നിത്യനായ ദൈവത്തിനും പ്രസാദമല്ല. നമുക്ക് ഓർത്തോർത്ത് ദൈവത്തെ സ്തുതിക്കാനുള്ള വകകളില്ലേ? മുഖത്തിൻ്റെ വാട്ടം മാറാനുള്ള വകകളില്ലേ നമുക്ക്? ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്ന് കേൾക്കാൻ കേൾവി തന്നു, ഓർക്കരുതോ, സന്തോഷിക്കാമല്ലോ. നമുക്കിന്ന് കാണാൻ കണ്ണുകാഴ്ച തന്നു, സന്തോഷിക്കാമല്ലോ. നമുക്ക് സംസാരിക്കാൻ നാവ് തന്നു, ഒരു തടസ്സവുമില്ലാതെ സംസാരിക്കാം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. നമുക്ക് നമ്മുടെ കൈകൊണ്ട് പ്രവർത്തിക്കാൻ കൈകൾ തന്നു, ദൈവത്തെ സ്തുതിക്കാമല്ലോ. നമുക്ക് നടന്നു നീങ്ങാനുള്ളതായ കാലുകളുടെ ബലം തന്നു, ദൈവത്തെ സ്തുതിക്കാമല്ലോ. എത്രയോ പേര് കാലിന് ബലമില്ലാതെ കിടക്കുന്നു, എത്രയോ പേര് നിവരാൻ പോലും പറ്റാതെ കിടക്കുന്നു, എത്രയോ പേര് അന്ധരായി കഴിയുന്നു, എത്രയോ പേര് ചെകിടരും ഊമരുമായി കഴിയുന്നു, ഇല്ലേ? ഓരോ തരത്തിലുള്ളതായ പ്രയാസങ്ങൾ. നമുക്കിന്ന് വലിയ പ്രയാസം കൂടാതെ ആഹാരം കഴിക്കാനുള്ള വക കർത്താവ് തന്നിരിക്കുന്നു, സന്തോഷിക്കാമല്ലോ, ദൈവത്തെ സ്തുതിക്കാമല്ലോ. നമുക്ക് എല്ലാറ്റിലുപരി നമുക്ക് ദൈവത്തെ അറിയാനുള്ളതായ വചനം തന്നു, സ്തോത്രം. വചനം തന്നു, അത് നമ്മുടെ വായിൽ കൊണ്ടുവന്ന് വെച്ച് തരികയാണ്. സ്വർഗത്തിൻ്റെ മന്നായാണ് നമ്മുടെ വായിലേക്ക് വെച്ച് തരുന്നത്, സ്വർഗത്തിലെ മന്ന. നിത്യനായ ദൈവം സ്വർഗത്തിൽ നയിച്ചു തരുന്ന ഈ മന്ന നമ്മുടെ വായിലേക്ക് വെച്ച് തരികയാണ്. നമ്മുടെ സ്വന്തം വീടിനടുത്ത്, അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാടിനടുത്ത്, അല്ലെങ്കിൽ ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് യാത്ര ചെയ്ത് എത്താവുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ വചനം തന്നിരിക്കുന്നു. എന്തൊരു മഹാഭാഗ്യം! സ്വർഗത്തിൻ്റെ വചനം നമുക്ക് ലഭിക്കുകയാണ്. സ്വർഗത്തിലെ നിത്യനായ ദൈവത്തിൻ്റെ ഇംഗിതം അറിയാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുവാനുള്ളതായ സൗഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനെല്ലാം വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതാണ് ഞാൻ പറയാറുണ്ടല്ലോ, കൗണ്ട് ദ പ്ലസ് പോയിൻറ്റ്സ്. പ്ലസ് പോയിൻറ്റുകളെല്ലാം നിങ്ങൾ കൗണ്ട് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച പ്ലസ് പോയിൻറ്റുകൾ പലതുമുണ്ട്. പ്ലസ് പോയിൻറ്റുകൾ കൗണ്ട് ചെയ്യണം, ഓരോന്നോരോന്ന്. അതിൻ്റെ മൈനസ് പോയിൻറ്റുകളൊന്നും എടുക്കണ്ട. നിങ്ങൾക്ക് ഇല്ലായ്മയെക്കുറിച്ചൊന്നും പറയണ്ട, ചിന്തിക്കണ്ട. ഇന്നതില്ല എന്ന് നിങ്ങൾ പറയണ്ട. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് കിട്ടിയതായ, നിങ്ങൾക്കുള്ളതായ അനുഗ്രഹങ്ങൾ ഓരോന്നെടുത്ത് ദൈവത്തെ സ്തുതിക്കണം. മുഖം പ്രസന്നമാകും. പ്രസന്നമായ, പ്രസാദാത്മകമായ ഒരു നല്ല മുഖഭാവം പുലർത്തുവാൻ നമുക്ക് സാധിക്കും. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം എല്ലാവരും എപ്പോഴും പ്രസന്നതയുള്ളവരായിരിക്കണം, പ്ലസൻ്റായിരിക്കണം. നമ്മുടെ മുഖം എപ്പോഴും സന്തോഷഭരിതമായിരിക്കണം. രാജാവിൻ്റെ മുമ്പിൽ മുഖം വാടിയിരിക്കുന്ന നെഹമ്യാവിനോട് രാജാവ് പറഞ്ഞു, നിന്റെ മുഖം വാടിയിരിക്കുന്നത് നിനക്ക് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ നെഹമ്യാവ് പറയുകയാണ്, വായിക്കൂ, എൻ്റെ പിതാക്കന്മാരുടെ. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള ഈ യെരൂശലേം നഗരം ശൂന്യമായിരിക്കുന്നു. അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ. ഈ നഗരത്തിൻ്റെ വാതിലുകളെല്ലാം തീ വെച്ച് ചുട്ടുകളഞ്ഞിരിക്കുന്നു, വെന്തും കിടക്കെ. എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ? മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു ആത്മീയനാണെങ്കിൽ നിങ്ങളുടെ ഉള്ളം വേദന കൊണ്ട് വിങ്ങും. എന്തിന്? അനേകം ആളുകൾ, പതിനായിരക്കണക്കിന് ലക്ഷോപലക്ഷം ആളുകൾ പള്ളികളിൽ പോകുന്നു, ആരാധനകളിൽ പങ്കെടുക്കുന്നു, അവരെ കുമ്പസാരിക്കുന്നു, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു, ചടങ്ങുകളെല്ലാം ഉണ്ട്, പെരുന്നാൾ ആഘോഷിക്കുന്നു. പക്ഷേ സത്യം കാണുന്നില്ലല്ലോ. ഈ കണ്ട ജനം രക്ഷകനെ കണ്ടെത്തുന്നില്ലല്ലോ. കർത്താവ് പോകുന്നതിന് മുമ്പ് അവസാനമായി പറഞ്ഞത് നിങ്ങളെൻ്റെ സാക്ഷികളാകണമെന്നാണ്. അവസാനമായി പറഞ്ഞത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീനെന്ന്. ആ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ളതായ കൽപ്പന ഇന്ന് സഭകൾ അറിയുന്നില്ല. സഭകൾ ശൂന്യമായി കിടക്കുന്നു. കെട്ടിടങ്ങൾ പൊങ്ങുന്നുണ്ട്, കുരിശുതൊട്ടികൾ പണിത് വരുന്നുണ്ട്, നല്ല നല്ല മനോഹരമായ കോടാനുകോടികൾ ചെലവഴിച്ചുള്ള ദേവാലയങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നല്ല പാഴ്സനേജസ്, നല്ല മനോഹരമായ കെട്ടിടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നല്ല സെമിത്തേരികളോ അല്ലെങ്കിൽ കല്ലറകളോ ഉണ്ടാകുന്നുണ്ട്, മനോഹരമായ മതിൽക്കെട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാം മനോഹരമാണ്. എന്നാൽ ആന്തരികമായൊരു ശൂന്യത. ആരെങ്കിലും ഇതിനെക്കുറിച്ച് വേദനിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടോ? കർത്താവേ, സഭകൾ ഉറങ്ങുന്നല്ലോ എന്ന്, സഭകൾ മയങ്ങിപ്പോയല്ലോ എന്ന്, സഭകൾ അത്യുന്നതനായ ക്രിസ്തുവിൻ്റെ അവസാനത്തെ കൽപ്പന അനുസരിക്കുന്നില്ലല്ലോ എന്ന്. സുവിശേഷത്തിന് എന്ത് വിലയുണ്ട്? സുവിശേഷത്തിന് ചില പള്ളികളിലെങ്കിലും ചിലപ്പോൾ പെരുന്നാളിൻ്റെ ദിവസം ഒരു ചെറിയ പ്രസംഗം ചെയ്തു വന്നേക്കും. ചില പള്ളികളിലെങ്കിലും സാധാരണഗതിയിൽ പെരുന്നാളിൻ്റെ ദിവസം പെരുന്നാളാണ്, മഹാദിനമാണ്, മഹാദിവസമാണ്. പക്ഷേ ആ ദിവസം അനേകം പള്ളികളിലും നാടകവും കൂത്തും സതിരുകളും
അല്ലെങ്കിൽ ഗാനമേളകളും അവിടുത്തെ അന്തരീക്ഷത്തെ പിടിച്ചടക്കുന്നു. അങ്ങനെയല്ലേ? പലയിടത്തും അങ്ങനെയല്ലേ? ഈ ആത്മാക്കൾ എവിടെ പോകുന്നു? നാശത്തിലേക്ക് പോകുന്ന ആരും അറിയുന്നില്ല. കാരണം അവരവരുടെ തന്നെ അവസ്ഥ അറിയുന്നില്ല. നാശത്തിലേക്ക് ഇങ്ങനെ ഒഴുക്കുത്തായി ഒഴുകി പോകുന്നു. ഈ ജനം സത്യം അറിയുന്നില്ലല്ലോ എന്നുള്ള വേദന വരുന്നുണ്ടോ? നെഹമ്യാവിന് ആ വേദന വന്നു. എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ? എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുടെ പട്ടണം ശൂന്യമായും അതിൻ്റെ മതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ? ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ആ രാജാവ്, അദ്ദേഹം ഒരു നല്ല അഭിമാനിയായ രാജാവായിരുന്നു, നല്ല അനുഗ്രഹസിദ്ധിയുള്ള രാജാവായിരുന്നു. പേർഷ്യൻ ചക്രവർത്തിമാരെ പലരും അതുപോലെയായിരുന്നു. പേർഷ്യൻ ചക്രവർത്തിയായ ദാറിയൂസ് എന്ന് പറയും ഡേറിയസ് വളരെ നല്ല സ്വഭാവിയായ ഒരു ചക്രവർത്തിയായിരുന്നു. ഡേറിയസിന് ശേഷം വന്ന കോരസ് രാജാവ് വളരെ നല്ല സ്വഭാവമുള്ള ചക്രവർത്തിയായിരുന്നു. കോരസ് രാജാവിന് ശേഷം പിന്നീട് വന്ന അർട്ടാക്സെർസസ്, പിന്നീട് വന്ന അഹശ്വേരോസ് രാജാവ്, ചക്രവർത്തി സെർസസ് ചക്രവർത്തി വളരെ നല്ല മനുഷ്യനായിരുന്നു അഹശ്വേരോസ് രാജാവ്. അഹശ്വേരോസ് രാജാവിന് ശേഷം വന്ന അർത്തസേഷ്ഠ രാജാവും നല്ല മനസ്സുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. ചക്രവർത്തി അനുവാദം കൊടുത്തു, നീ പൊയ്ക്കോ, നിൻ്റെ ഹൃദയം നോവുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നീ പൊയ്ക്കോ, എത്ര കാലം നിനക്ക് വേണമെങ്കിലും നീ ലീവ് എടുത്തോളൂ, നീ പോയി യെരൂശലേമിൽ ചെന്ന് യെരൂശലേമിൻ്റെ ചുറ്റുമുള്ള മതിലുകൾ നീ പണിയുക, ആ ആലയത്തിന് ചുറ്റുമുള്ളതായി മതിലുകൾ പണിയുകയും ആലയത്തിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുന്നത് എല്ലാം നീ നേരെയാക്കുകയും ചെയ്യുക, വേഗം മതിൽ പണിയുക. രാജാവ് അനുവാദം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനുവാദം കൂടാതെയാണെങ്കിലും നാം ദൈവത്തിൻ്റെ വേല ചെയ്യുകയാണ്. ആരും നമ്മെ പറഞ്ഞു വിട്ടില്ല, ആരും നമ്മെ അയച്ചില്ല, ആരും നമ്മുടെ ആവശ്യപ്പെട്ടില്ല. പക്ഷേ പകരം പലരും നമ്മെ തടയുകയാണ്. ഇവിടെ ഈ ഇടവകയിൽ വേണ്ട സുവിശേഷം, ഇവിടെ വേണ്ട, അതൊക്കെ ഞങ്ങൾക്കുണ്ട്, ധാരാളമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഭാവിച്ച് ഇന്ന് സുവിശേഷത്തിൻ്റെ വാതിൽ പല പള്ളികളിലും അടയുകയാണ്, പല സഭകളിലും അടയുകയാണ്. കർത്താവ് സുവിശേഷം പറയുവാനും സുവിശേഷം വിതരണം ചെയ്യുവാനും നമ്മെ ആക്കി. ഇന്ന് ഈ ലക്ഷ്യത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമ്മിൽ പലരും അകന്നു പോയിരിക്കുകയല്ലേ? ഈ ലക്ഷ്യം വിട്ടുപോയിരിക്കുകയല്ലേ? സുവിശേഷത്തിന് വേണ്ടത്ര പ്രാധാന്യം നാം കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മിൽ പലരും ദൈവവചനം കേൾക്കാൻ വരുന്നുണ്ട്. എന്നെക്കൊണ്ട് എന്താകും, എങ്ങനെ ഈ വേലയിൽ എനിക്ക് സഹകരിക്കാൻ പറ്റും നാം ചിന്തിക്കാറുണ്ടോ? എങ്ങനെ എൻ്റെ കർത്താവിൻ്റെ വേലയിൽ എനിക്ക് പങ്കാളിയാകാൻ പറ്റും നാം ചിന്തിക്കാറുണ്ടോ? നാം സുവിശേഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? സുവിശേഷ വേലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? എൻ്റെ കർത്താവേ, ഇന്ന് ഈ ദേശത്ത് നാനാഭാഗത്തു നിന്ന് ആളുകൾ വരുന്നു, അവർക്ക് നിൻ്റെ മന്ന വർഷിച്ചു തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? സ്വർഗത്തിലെ മന്ന ഞങ്ങളുടെ മധ്യത്തിലേക്ക് വർഷിക്കണമേ നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിച്ചു? ദൈവത്തിന് സ്തോത്രം. വചനം പറയാൻ നിൽക്കുന്നത് ആരായാലും അവരുടെ നാവിൽ കൂടി സ്വർഗത്തിൻ്റെ വചനം നിന്ന് വെളിപ്പെടുത്തി തരണമേ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പലപ്പോഴും ചടങ്ങ് പോലെ നാം വരുന്നു, ചടങ്ങ് പോലെ നാം പിരിഞ്ഞു പോകുന്നു. സജീവമായ ചില അനുഭവങ്ങൾ നമുക്ക് വേണം, വളരെ അർത്ഥവത്തായ അനുഭവങ്ങൾ നമുക്ക് വേണം. നാം ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നവരായിരിക്കണം. നെഹമ്യാവ് ജനത്തിനു വേണ്ടി ദാഹിച്ചു, ജനത്തിനു വേണ്ടി കരഞ്ഞു. ആദ്യത്തെ അധ്യായം മുഴുവൻ നെഹമ്യാവിൻ്റെ കരച്ചിലിൻ്റെ പ്രാർത്ഥനയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നെഹമ്യാവ് രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് നെഹമ്യാവ് പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവ് പുറപ്പെട്ടു. യെരൂശലേമിലെ കൂടിയിരുന്ന ആളുകളോട്, അവിടെയുള്ള മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും എല്ലാം ഉൾപ്പെട്ടതായ ആ ജനസഞ്ചയത്തോട് നെഹമ്യാവ് പറഞ്ഞു, നാം ഇങ്ങനെ അലസരായിരിക്കാൻ പാടില്ല, നാം ഇനി നിന്നാപാത്രമായിരിക്കാതെ വണ്ണം നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. ഇനി നാം അലസരായിരിക്കാൻ പാടില്ല, നാം ഇനി നിഷ്ക്രിയരായിരിക്കാൻ പാടില്ല, നാം ഇനി പ്രവർത്തനരഹിതരായിരിക്കാൻ പാടില്ല, നാം എഴുന്നേറ്റ് പണിയുക. വേല വലിയതും വിശാലമായതുമാകുന്നു, വിശാലമായ വേലയുണ്ട്. നാം ഇനി മയങ്ങിയിരിക്കാൻ പാടില്ല, നാം ഉറങ്ങിക്കിടക്കേണ്ട സമയമല്ല ഇത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് വളരെ ഉറക്കെ പറയേണ്ട കാലമല്ലേ? കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. നിങ്ങളും കേട്ട് കാണും, പത്രങ്ങളിൽ വായിച്ച് കാണും, അനേകം അടയാളങ്ങൾ കാണുന്നു. നക്ഷത്രരാശികളിലും ബഹിരാകാശത്തും പല അടയാളങ്ങളും കാണുന്നു. എന്തെല്ലാമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്തെല്ലാമോ ഒക്കെ സംഭവിക്കാൻ പോകുന്നു. ഒരുപക്ഷേ ലോകമഹായുദ്ധത്തിൻ്റെ വക്കിലേക്ക് നീങ്ങുകയാണോ നമുക്കറിഞ്ഞുകൂടാ. ഹർമഗദ്ദോൻ യുദ്ധം ആരംഭിക്കാറായോ നമുക്കറിഞ്ഞുകൂടാ. മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ പേരീരവമാണോ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഇന്ന് കർത്താവിൻ്റെ അവസാന നാളുകളിലേക്ക് നാം ഓരോരുത്തരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിൻ്റെ അവസാന നാളുകളിലേക്ക്. ദൈവത്തിന് സ്തോത്രം. വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ പലരും ചിന്തിക്കുന്നില്ല. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ നേരമില്ലെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്.
സത്യം പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഉള്ളിലൊരു തീ വേണം, ഒരു തീയ്. എൻ്റെ കർത്താവേ, നീ എനിക്ക് വീണ്ടെടുപ്പ് തന്നല്ലോ, നീ എനിക്ക് വീണ്ടെടുപ്പിന് വചനം തന്നല്ലോ. ഈ വചനം കേൾക്കാത്ത എത്രയോ ലക്ഷങ്ങൾ അല്ല കോടാനുകോടികളുണ്ട്. കർത്താവേ, ഇവർക്ക് ഈ വചനം കൊടുക്കാൻ അതാ ദേശത്തോ അല്ല വിദേശത്തു നിന്നോ ആരെങ്കിലെല്ലാം നീ അയക്കണമേ. നാഥ, അടിനി അയക്കണമേ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യെശയ്യാവ് പറഞ്ഞു, അടിനി അയക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയണം, കർത്താവേ, ഞാനൊരാളിവിടെ ഉണ്ട്, ദുർബലനും ബലഹീനനുമായൊരു മനുഷ്യനിവിടെ ഉണ്ട്. കർത്താവേ, വാർദ്ധക്യത്തിൻ്റെ നരയും ജരയുമുള്ള ഒരു മനുഷ്യനിവിടെയുണ്ട്. കരുണയുള്ള കർത്താവേ, എനിക്ക് വേണ്ടത്ര ആരോഗ്യമില്ല, എന്നാൽ എനിക്ക് സാധിക്കുന്നത് ഞാൻ ചെയ്തു കൊള്ളാം. എന്നെക്കൊണ്ട് എന്താകും ഞാൻ ചെയ്തു കൊള്ളാം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഓടാം. കർത്താവേ, എന്തു വേണമെങ്കിലും ഞാൻ ചെയ്തു കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു അമിതാവേശം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സാധാരണ ആവേശം പോരാ, നിങ്ങൾക്ക് അമിതമായ ഒരു ആവേശം വരണം. കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം വരണം. നെഹമ്യാവ് ആ ദാഹത്തോടുകൂടി ആളുകളെ ഉണർത്തി. നമുക്ക് വായിക്കാം നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നോക്കി എഴുന്നേറ്റ് നിന്നു, പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങളവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വലിയൊരു എതിർപ്പുണ്ടായി. നെഹമ്യാവ് പറഞ്ഞു, നിങ്ങൾ എതിർക്കുന്നവരെ കാണണ്ട, അങ്ങോട്ട് നോക്കണ്ട. വലിയൊരു എതിർപ്പുണ്ടായി. എന്താണ് എതിർപ്പ്? അവരുടെ ആ യെരൂശലേമിലെ ഇസ്രായേൽക്കാരിൽ തന്നെയുള്ള ശമര്യരിലെ നേതാക്കന്മാർ 2 പേരെ എഴുന്നേറ്റു. ഇസ്രായേൽക്കാരും ശമര്യരും ഒരു വർഗം തന്നെയാണ്. പക്ഷേ ആ ശമര്യർ അവർ ഇസ്രായേൽക്കാരുമായി ഒരു സംബന്ധമില്ലാത്ത കൂട്ടരാണ്. ഒരേ ജാതി തന്നെ, പക്ഷേ ഈ ഇസ്രായേൽക്കാരുമായി അവർക്ക് ഒരു ബന്ധമില്ല. ശമര്യരിൽ തന്നെ ചിലർ എഴുന്നേറ്റു. ആരെല്ലാമാണത്? അത് ഒന്ന് അമ്മോന്യനായ തോബീയാവ്, മറ്റൊന്ന് സൻബല്ലത്ത്, പിന്നൊന്ന് ഗേശം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം, 2-ാം വാക്യം മുതൽ വായിക്കാം. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ആദ്യം നിന്ദിയാണ്. ഈ സൻബല്ലത്ത് കേട്ടപ്പോൾ മതിൽ പണിയാൻ തുടങ്ങുന്നു. അത് കേട്ടപ്പോൾ സൻബല്ലത്ത് എഴുന്നേറ്റ് പറയുകയാണ്, കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. എന്നിട്ട് പറയുകയാണ്, ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? ഈ ദുർബലന്മാരായ യഹൂദന്മാർ ഇവരെന്ത് ചെയ്യാനായി പോകുന്നത്? അവരെ സമ്മതിക്കുമോ? ഇങ്ങനെ വേല ചെയ്യാനൊക്കെ അവരെ സമ്മതിക്കുമോ? രാജകൊട്ടാരത്തിൽ നിന്നുള്ള കൽപ്പനയും കിട്ടിയിട്ടുണ്ടോ? കൽപ്പനയില്ലാതെ എന്ത് വേല ചെയ്യാനായിട്ട് പോകുന്നത്? അവർ യാഗം കഴിക്കുമോ? യാഗം കഴിക്കാൻ വേണ്ടി സാധിക്കുമോ? യാഗപീഠത്തിലെ കല്ലുകളെല്ലാം ചെതറിപ്പോയില്ലേ? എല്ലാവരും ചെതറിപ്പോയില്ലേ? ഇനി എന്ത് നടക്കുമെന്ന് പറയുന്നത്? ഒന്നും നടക്കുകയില്ല. ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? ഒറ്റ ദിവസം കൊണ്ട് പണി തീർത്തു കളയുമെന്നാണോ അവർ ഭാവിക്കുന്നത്? മണ്ടത്തരം. ഒരു ദിവസം കൊണ്ട് അവർ പണി തീർത്തു കളയുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ. വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ പണിയാനുള്ള കല്ല് ജീവിപ്പിച്ചെടുക്കുമോ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ എന്തുണ്ടായി? തൻ്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബീയാവ്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് എതിരാളി പറയുകയാണ്, എത്ര പറഞ്ഞാലും ഏതാനും നാളത്തേക്കേ ഇതൊക്കെയുള്ളൂ, ഈ കോലാഹലമെല്ലാം കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ഒരു കുറുക്കൻ കയറിയാൽ ഈ മതിൽ ഉരുണ്ടു വീഴും. ഇവരെന്നെ മതിൽ പണിയാൻ വല്ല അറിയാമോ? വല്ല പഠിപ്പുണ്ടോ? തിയോളജിക്കൽ പാരമ്പര്യമുണ്ടോ? ഏതെങ്കിലും വേദശാസ്ത്രപരമായ ഡിഗ്രികളുള്ളതുണ്ടോ? എന്തറിഞ്ഞിട്ട് ഇവർ സെമിനാരി പഠിച്ചിട്ടുണ്ടോ? ഇവരെ ഇതുകൊണ്ട് വല്ലതും നേടാൻ പോകുന്നുണ്ടോ? ചോദിക്കുകയാണ്. അവർ പറയുകയാണ്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞു. അതിന് ഈ നെഹമ്യാവ് മറുപടി പറയാൻ പോയില്ല. നിങ്ങൾ വിചാരിക്കും പോലെ ഞങ്ങൾ മണ്ടന്മാരല്ല, ഞങ്ങൾ ശരിയായ ദൈവത്തിൻ്റെ വേലക്കാരാണ് എന്നൊന്നും പറയാൻ പോയില്ല. പക്ഷേ നെഹമ്യാവ് എന്ത് ചെയ്തു? കൊടുത്ത വാക്യം, ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു. അവരുടെ നിന്ദയെ അവരുടെ സ്വന്തം തലയിലേക്ക് തിരിച്ച് പ്രവാസദേശത്തിൽ അവരെ കവർച്ചയ്ക്ക് ഏൽപ്പിക്കണമേ. പണിയുന്നവർ കേൾക്കെ അവർ നിന്നെ കോപിപ്പിച്ചിരിക്കിയാൽ അവരുടെ അകൃത്യം മറയ്ക്കരുതേ. അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകുകയും വരുതേ. ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഇത് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു, ഞങ്ങൾ അപമാനിക്കപ്പെട്ടിരിക്കുന്നു, അധികാരമുള്ളവർ വന്ന് ഞങ്ങളെ വിലക്കുന്നു. നിങ്ങൾ പണിയുന്ന ഈ മതിലെ ഒരു കുറുക്കം കയറിയാൽ ഉരുണ്ടു വീഴാനേ ഉള്ളൂ എന്ന് പറയുന്നു. ഞങ്ങളെ ആക്ഷേപിക്കുന്നു, ഞങ്ങൾ കഴിവില്ല എന്ന് പറയുന്നു. കർത്താവേ, നീ മനസ്സലിയണമേ.
ഞങ്ങളെ നിന്ദിതരാക്കരുതേ. പിതാക്കന്മാർ പാടി, നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ എന്ന്. സ്തോത്രം. നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ എന്ന്. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ സാക്ഷികളായി നാം എഴുന്നേറ്റാൽ നമ്മെ കർത്താവ് ലജ്ജയ്ക്ക് വിടുകയില്ല. നമ്മെ കർത്താവ് അത്ഭുതകരമായി വഴി നടത്തും. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനുള്ള കൃപ കർത്താവ് തരും. നാം തളരരുത്, നാം വേലയിൽ പുറകോട്ട് മാറരുത്. വിലപ്പെട്ടതായ വേലയാണ്, വളരെ അമൂല്യമായ സമ്പത്താണ് നമുക്ക് കിട്ടുന്നത്. സ്വർഗത്തിൻ്റെ സന്തോഷവും സ്വർഗത്തിൻ്റെ അംഗീകാരവുമാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയുള്ള താൽക്കാലിക ജീവിതം കഴിഞ്ഞ് ഒരു നാൾ നാം അക്കരയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ അപ്പോൾ കാണാം ദൈവത്തിന് സ്തോത്രം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് ഞാൻ നിന്നെ വിചാരകനാക്കുമെന്നുള്ള നാഥൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശരിയല്ലേ? നാം എല്ലാവരും ഒരു ദിവസം കടന്നു പോവുകയില്ലേ? നാം എല്ലാവരും ഒരു വിധത്തിൽ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. നാം എല്ലാവരും കടന്നു പോകും. അതേ പ്രിയപ്പെട്ടവരെ, ഞാനത് ആവർത്തിച്ച് പറയുകയാണ്. ആരെല്ലാം വന്ന് നിന്നാലും ഒന്നും സഹായിക്കാൻ പറ്റുകയില്ല, ഒന്നും സഹായിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം നിസ്സഹാരായി പോകുന്ന ചില സമയങ്ങളുണ്ട്. ആരും തുണയില്ലാതെ നാം വലഞ്ഞു പോകുന്ന ചില സമയങ്ങളുണ്ട്. നാം വിഷമിച്ചു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ നമ്മോട് ചേർന്ന് നിൽക്കാൻ യേശു ക്രിസ്തു വരണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഈ ഹൃദയത്തിനുള്ളിൽ യേശു ക്രിസ്തു വസിക്കണം. വേറൊന്നും വേണ്ട. നിങ്ങൾ ചിന്തിക്കൂ, വേറൊന്നും വേണ്ട. കർത്താവേ, എൻ്റെ യേശുവേ, നീ എൻ്റെ രക്ഷകനാണ്. നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ ഹൃദയത്തിൽ നീ എഴുന്നള്ളി ആവസിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ നീ എഴുന്നള്ളി ഭരിക്കണമേ. നാഥ, എന്നെ ഞാനിതാ നിനക്ക് തുറന്നു തരുന്നു, എന്നെ വിട്ടുതരുന്നു. ദൈവത്തിന് സ്തോത്രം. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ അറിയണ്ട. ഒന്ന് മാത്രം മതി. കർത്താവേ, ഇത്രയും കാലം പാഴാക്കിയ ഒരു മനുഷ്യനാണ് ഞാൻ. ഇത്രയും കാലം വിലപ്പെട്ട കാലം പാഴായിപ്പോയി. ചെയ്യേണ്ടതൊന്നും ഞാൻ ചെയ്തില്ല. എൻ്റെ കർത്താവെ, ചെയ്യരുതാത്ത ചിലതെല്ലാം ഞാൻ ചെയ്തും പോയി. കർത്താവെ, നഷ്ടത്തിൻ്റെ കണക്കുകൾ എനിക്ക് കൊണ്ടുവരാനുള്ളൂ. എന്നാൽ ഇപ്പോൾ കർത്താവെ, നീ ഇപ്പോൾ എന്നോട് മനസ്സിലിഞ്ഞ് നിൻ സാക്ഷിയെ ലജ്ജിതനാകാൻ ഇടവരുത്താതെ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾ വിവരങ്ങളിലേക്ക് കൊടുക്കൂ, ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയൂ. കർത്താവേ, ഇന്നു മുതൽ നാഥ, ഞാൻ നിൻ്റെ സാക്ഷിയായി ജീവിക്കും. ഇന്നു മുതൽ ഞാൻ നിൻ്റെ വേല ഞാൻ ഭംഗം കൂടാതെ ചെയ്യും. ഇന്നു മുതൽ ഞാൻ നിൻ്റെ വേല എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ നിൻ്റെ വേല ചെയ്യും. കർത്താവേ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. നിങ്ങൾക്ക് തീരുമാനിക്കാമോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളായിരിക്കും. ദൈവത്തിന് സ്തോത്രം. രാജാധിരാജനായ ഞങ്ങളുടെ പൊന്നേശുവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ മക്കളോട് അവിടുന്ന് കരുണ തോന്നിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. കർത്താവേ, എല്ലാവരെയും തൃക്കരം തൊട്ട് പറഞ്ഞയക്കണമേ. യേശുനാഥ, അതിന് രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. തിരക്തത്താൽ കഴുകി ഒടുപ്പാക്കി അയക്കണമേ. എല്ലാ നന്മകളാൽ ഈ മക്കളെ നിറയ്ക്കണമേ. ഹൃദയം നിറഞ്ഞ സ്നേഹത്താൽ നിറച്ച് എൻ്റെ കരുണയുള്ള കർത്താവേ, വിശ്വാസത്തിൽ ഉറപ്പിച്ച് പ്രത്യാശയിൽ കവിഞ്ഞു വരത്തക്കവണ്ണം ഓരോരുത്തരെയും ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.